ദേവയാനിയാണെങ്കിൽ ആദർശ് നയനെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. നയനയാണെ കാണുമ്പോഴെല്ലാം വഴക്കുണ്ടാക്കുകയും ഓരോന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ എന്നിട്ട് പറയാണ്, ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നീ എന്തിനാ നയന സാക്രിഫൈസ് ചെയ്തോണ്ടിരിക്കുന്നേ? നിന്റെ ഭർത്താവ് ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നില്ലേ? പിന്നെ നീ ആരെ നോക്കാനാന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ആദർശേട്ടന് എന്നേക്കാൾ ഇഷ്ടം ആദർശേട്ടന്റെ അമ്മേനെയാ. അതുകൊണ്ട് ആദർശേട്ടന്റെ മനസ്സ് ഏത് നിമിഷം വേണമെങ്കിലും മാറാം. നവി ചോദിക്കാണ്, ഇതെന്താ പോലെ ഓന്തുവാണോ ഇങ്ങനെ നിമിഷം വേഷം മാറാന്? ആദർശേട്ടന്റെ മനസ്സിന് സ്നേഹം ഉണ്ടെങ്കിൽ അതെങ്ങനാ പോന്നേ? ഒരാളുടെ മനസ്സിനൊരാളുടെ സ്നേഹം വന്നാൽ പിന്നെ അതങ്ങനെ മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാണ്. അല്ല, ആദർശൻ ഇപ്പൊ എന്നോട് ശരിക്കും സ്നേഹമൊക്കെ തന്നെയാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്നലെ തന്നെ കണ്ടതല്ലേ, ആ സാധനമൊക്കെ എനിക്ക് കൊണ്ടു തന്നപ്പോ എന്ത് ദേഷ്യമായിരുന്നു അമ്മയ്ക്ക്. അതെല്ലാം അമ്മ വലിച്ചെറിഞ്ഞില്ലേ? അതുപോലെ തന്നെ നേരത്തെ മുല്ലപ്പൂ കൊണ്ട് ചൂട് തന്നപ്പം അതും വലിച്ചു പറിച്ചെറിഞ്ഞു. എന്തൊക്കെയാ അമ്മ കാണിക്കുന്നത്? എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാ അമ്മ പറഞ്ഞെന്നറിയാവോ? ഇങ്ങനെ ആയാല് ഞാൻ എങ്ങനെ ജീവിക്കുക? ഇപ്പൊ തന്നെ ഇതാ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇപ്പോഴാണ് എന്റെ ഭർത്താവ് എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ എങ്ങനെ തുടങ്ങുന്നത്. ഇപ്പൊ ഈ അമ്മ ഇങ്ങനെ തുടങ്ങിയാല് പിന്നെ എങ്ങനെ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ അവളൊരു ഐഡിയ പറഞ്ഞെടുക്കുകയാണ്. നവി പറയാണ്, നിന്റെ അമ്മായിമനെ വരച്ചു വരെ കൊണ്ടുവരാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ ചേച്ചി, എന്താ ഐഡിയ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ പറഞ്ഞ പ്രകാരം നയന അന്നോട്ട് ആക്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതായത് നമ്മുടെ അവളുടെ മുമ്പിൽ വെച്ച്, ദേവ്യാനിയുടെ മുമ്പിൽ വെച്ച് എപ്പോഴും ആദർശിനോട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇടപെടാൻ പറയുന്നുണ്ട്. അപ്പൊ ഇവര് ദേഷ്യപ്പെടുമല്ലോ. ഈ ദേഷ്യപ്പെടുന്നത് കാരണം കൊണ്ട് തന്നെ ആദർശിന് ദേവ്യാനോട് നല്ല ദേഷ്യമായിരിക്കും. അമ്മയ്ക്ക് ഈ ഒരു പൊസസീവ്നെസ്സും ആ ഒരു ദേഷ്യവുമാണെന്നും പറഞ്ഞിട്ട് പതിയെ നയനയായിട്ട് കൂടുതലെടുക്കാൻ തുടങ്ങുമെന്ന് നവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വേണമെന്ന് ചോദിക്കുമ്പം അതൊക്കെ വേണം, നിന്റെ അമ്മായിമ്മയ്ക്ക് പറ്റിയ ഷോക്ക് ട്രീറ്റ്മെന്റ് അത് മാത്രമാണ് എന്ന് അവൾ പറയാണ്. എന്നാൽ ആ ഒരു പരിപാടി നോക്കാമെന്ന് നയനയും പറയുന്നുണ്ട്. അങ്ങനെ ഹാളില് ആദർശിരിക്കുകയാണ്. തലവേദന എടുക്കുന്നെന്ന് ആദർശ് പറയുമ്പം, അതിനെന്താ ആദർശേട്ടാ, എൻ്റെ നല്ലൊരു ബാമുണ്ട്, പിന്നെ കുറച്ച് എണ്ണയുണ്ട്, ആ എണ്ണ ഞാൻ തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് തരാം. അതുപയോഗിക്കുമ്പം ആദർശേട്ടൻ്റെ തലയ്ക്ക് നല്ല കൂളിങ് കിട്ടും, പെട്ടെന്ന് തന്നെ തലവേദന മാറുമെന്നും പറയുന്നുണ്ട്. ആണോ, എങ്കിലൊന്ന് തേച്ച് തന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന ആ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അങ്ങോട്ടേക്ക് ദേവേനി വരും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ആദർശം തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നതും കണ്ടോണ്ട് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ദേവ്യാനി ആകെപ്പാടങ്ങ് കലിച്ചു തുള്ളി നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശേട്ടാ എങ്ങനെയുണ്ട്, നല്ല സുഖമുണ്ടെന്നൊക്കെ ചോദിക്കും. പിന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, തലവേനയൊക്കെ പമ്പ കടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവ്യാനി ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെ നയനെ പതിയെ അവന്റെ ഷോൾഡറിലേക്കൊക്കെ ഇങ്ങനെ പതിയെ കൈ ഇറക്കി ഇങ്ങനെ തടവുകയാണ്, പെടലേക്കൊക്കെ ഇങ്ങനെ തടവുന്നുണ്ട്. അപ്പൊ നയനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ തടവിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവ്യാനി ഛേ എന്ന് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശേട്ടാ ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, അങ്ങനെ തന്നെ മസാജ് ചെയ്യും എന്നൊക്കെ പറയാണ്. അപ്പൊ അവള് ആദർശിനടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നിട്ട് വീണ്ടും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴേക്കും ദേവ്യാനിക്ക് അങ്ങനെ ദേഷ്യം വരികയാണ്. ഇതും കണ്ടോണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുമായിരിക്കും കേട്ടോ. ആഹാ ഏട്ടത്തി, ഇതെന്താ ഇപ്പോ റൂമിൽ ചെയ്യേണ്ട കാര്യമൊക്കെ ഇപ്പൊ ഇവിടം വരെ എത്തിയെന്ന് ചോദിക്കുകയാണ്. നീ അങ്ങോട്ട് മാറി നിന്ന്, എനിക്കൊന്നും കാണാൻ വയ്യെന്നും പറഞ്ഞിട്ട് ദേവ്യാനി അകത്തേക്ക് കയറി പോവാണ്. പിന്നാലെ തന്നെ നമ്മുടെ ജലജയം കയറി പോകുന്നുണ്ട്. എന്റെ പൊന്നേട്ടത്തി, ഇത് മുളയിലെ നുല്ലിയിലങ്ങളുണ്ടല്ലോ, വല്ലാത്ത വിഷയമായിരിക്കും, ഇപ്പോഴേ ചെന്ന് വഴക്കുണ്ടാക്ക്, അല്ലെങ്കിലേ ഇവര് സ്ഥിരം ഇത് തന്നെ കാണിക്കും എന്നൊക്കെ പറയാണ്. ശരിയാ, അങ്ങനെ ഇപ്പൊ അവള് സുഖിക്കണ്ട, എന്റെ മകനെ അവള് വശീകരിച്ചെടുത്തോണ്ടിരിക്കുക, ഞാൻ എന്നെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡേ എഴുന്നേക്കടി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ചാടി ആദർശ് എഴുന്നേക്കാണ്. എന്താ അമ്മേ, എന്താ കാര്യം, എന്താണ് ഇവിടെ കാണിക്കുന്നേ? അമ്മേ, എന്റെ തലയ്ക്ക് നല്ല വേദന, അവളെനിക്ക് തലയിലെ എണ്ണ ഒഴിച്ച് മസാജ് ചെയ്ത് തരുമായിരുന്നു. ഇതൊക്കെ ഇവിടെ ബെഡ്റൂമിലാണ് കാണിക്കേണ്ടത്, അതും വന്ന് റൂമിൽ ഇവിടെ ഹാളിൽ കാണിക്കാൻ തുടങ്ങിയോ? അമ്മ എന്തൊക്കെ നോൺസെൻസ് ആയി പറയുന്നത്? എന്റെ തലയിൽ അവളെ മസാജ് തരിക, നല്ല തലവേദന ഉണ്ടായിരുന്നു എനിക്ക്, ദാ ഇപ്പൊ ആ ക്ഷീണമെല്ലാം എനിക്ക് മാറി, തലയ്ക്ക് നല്ലൊരു സുഖമുണ്ട്, അതിനമ്മ ഇതിനെ മോശമായിട്ടൊക്കെ പറയുന്നേ? മനസ്സിലായി എനിക്കെല്ലാം, രണ്ടിന്റെയും ഓരോ പ്രണയം വേണമെങ്കിൽ അതൊക്കെ മുറി വെച്ച് ആയിക്കോണം, ഈ അമ്മയെ പറഞ്ഞ് പറ്റിക്കാനൊന്നും ആരും കണക്കാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കിപ്പോ ഈ അമ്മയെക്കാളും സ്നേഹം ഇവളോടാണല്ലോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. അപ്പോഴേക്കും നയനയ്ക്ക് സങ്കടം നിൽക്കാണ്. ജയനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോനെ, ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ പൊന്നച്ച, എനിക്ക് നല്ല തലവേദനയായിരുന്നു, നയന വന്നിട്ട് പറഞ്ഞു തലയിൽ എണ്ണ വെച്ച് മസാജ് ചെയ്ത് തരാന്ന്. അവൾ അങ്ങനെ മസാജ് ചെയ്ത് തന്നോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് അമ്മ വന്നിട്ട് പൊട്ടിത്തെറിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ദേഷ്യപ്പെട്ട് അമ്മ പോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിന്റെ അമ്മയ്ക്ക് ചെറിയൊരു പിരി ലൂസാ, അതിന്റെ പ്രശ്ന, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട മോളെ, അവനെ ഒന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിന്റെ അമ്മ ഇതുവരെ അച്ഛനങ്ങനെ മസാജ് തന്നിട്ടില്ല, നിന്റെ ഒരു ഭാഗ്യവട എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ ആദർശ് പറയാണ്, ആ ശരി നയന, നീ ഒന്നുകൂടെ മസാജ് ചെയ്യും, നല്ല സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മസാജ് ചെയ്യിക്കുന്നുണ്ട്.
അങ്ങനെ വീണ്ടും മസാജ് ചെയ്യുന്ന കാണുമ്പോഴേക്ക് ദേവിയനോട് ജലജ പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി എത്ര പറഞ്ഞിട്ട് പോലും രണ്ടുപേർക്ക് യാതൊരു കുലുക്കവും ഇല്ല. അതിനർത്ഥം എന്താ? ഇപ്പൊ അവൻ ചേട്ടത്തിന്റെ വാക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നല്ലേ എന്നൊക്കെ പറയാണ്. എന്റെ വാക്ക് അവനൊരിക്കൽ മൈൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവ്യാനി അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ അങ്ങനെ മസാജൊക്കെ ചെയ്തതിന് ശേഷം നവ്യ എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നിന്റെ അമ്മായിമ്മ പിണങ്ങിപ്പോയത് കണ്ടോ? ഇങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നിന്റെ അമ്മായിമ്മ ദേഷ്യപ്പെട്ടു പോകും. അപ്പോൾ തന്നെ ആദർശന് മനസ്സിലാവും നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള ജലസി അമ്മയുടെ അടുത്തു നിന്ന് മകൻ മാറാൻ പാടില്ലെന്നുള്ളതാണ് നിന്റെ അമ്മായിമ്മയുടെ പ്രശ്നം എന്നുള്ളതൊക്കെ ആദർശ് മനസ്സിലാക്കിക്കോളും. അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളും. ആദർശന് യഥാർത്ഥമായിട്ട് സ്നേഹമാണെന്നും പിന്നെ അമ്മേനെ പതിയെ ഒഴിവാക്കാണെന്ന് മനസ്സിലാക്കും. പതിയെ നിന്റെ അമ്മായിമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറീസും ഇതുപോലുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.